ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പോൾ നമ്മൾ നിർത്തിയെടുത്ത് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ബാലി ഇന്തോനേഷ്യയിലാണ്. അപ്പോൾ അവിടെ ആയിട്ട് ഞാൻ കുത്ത ബീച്ചിൻ്റെ ഫ്രണ്ടിൽ നിൽക്കണം. എൻട്രൻസിലേക്ക് കയറിയിട്ട് ഇപ്പോൾ ഫ്രണ്ടിൽ നിൽക്കണം. ബാക്കിൽ കിട്ടുന്നത് നല്ല രസമില്ല കാണും. അടിപൊളി ഗൈസ്, ഒന്നും പറയാനില്ല. അപ്പോൾ സൺസെറ്റിൻ്റെ ടൈമാണ്. ഏതാണ്ടൊരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൺസെറ്റ് നടക്കും. ഇവിടെ ആയിട്ട് ബീച്ചിലേക്കൊക്കെ ആൾക്കാർ ഇടിച്ച് കയറി വരുന്ന ഒരു ടൈം ആയിക്കൊണ്ടിരിക്കണുള്ളൂ. ആൾക്കാർ വന്നിട്ടിരിക്കണ ഒരു ടൈമാണ്. കാരണം സൺസെറ്റ് കാണാൻ വേണ്ടി ഇവിടെ ഭയങ്കര ജനക്കൂട്ടമായിരിക്കും. ഞാൻ ഇന്നലെ കഴിഞ്ഞ വ്ളോഗിലും ഞാൻ ഇതുകൂട്ട് അതിൻ്റെ ഒരു ചെറിയൊരു പോർഷനൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഓടിച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇവിടെ ആയിട്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി അവിടെയുള്ള കുറച്ച് ഷോപ്പുകളും ഈ എന്താ പറയുക ഈ സ്ട്രീറ്റ് സൈഡിലുള്ള ഷോപ്പുകളും ഒരു വാക്കിംഗ് വേ ഉണ്ട്, അതിൻ്റെ അപ്പുറപ്പുറമുള്ള കുറച്ച് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ഡീറ്റെയിലിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത് നമുക്ക് കാണാം ഗൈസ്. അപ്പോൾ ഇവിടെ ആയിട്ട് നമ്മളിങ്ങനെ നടന്ന് വരുമ്പോൾ, അതായത് ബീച്ചിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഒരു വാക്ക് വേ പോകുന്നുണ്ട്. അവിടെ ആയിട്ടൊക്കെ ഫുള്ള് ഒരുപാട് കച്ചവടക്കാർ ഇതുപോലെ ഓരോരോ ഐറ്റംസൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ ബിസിനസ്സിൽ ഇരിക്കുന്നുണ്ട്. നൈസാണ്. ഇതിൽ കൂടെയൊക്കെ നടന്നു പോയ രസമുണ്ട്. ഞാനൊന്ന് ഉച്ചക്ക് വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇതുവഴി ഞാൻ വന്നായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഭയങ്കര വെയിൽ, പൊള്ളിയിട്ട് പോയി. അതേപോലെ തന്നെ തിരിച്ച് റൂമിലേക്ക് പോയി. എന്നിട്ട് കുറച്ച് ഇറങ്ങി കിടന്ന് ഉറങ്ങി. ഇതിപ്പോൾ വെയിലൊന്ന് ഒതുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഇറങ്ങി. ഇതുണ്ടല്ലോ ഇവിടുത്തെ ഈ ഷോപ്പുകളൊക്കെ കുഞ്ഞു കുഞ്ഞ് മറ്റേ വുഡൻ ടെന്റ് പോലത്തെ സംഭവങ്ങളാണ്. അതായത് ഹട്ട് മൂഡിൽ ഉള്ള ഷോപ്പുകളാണ് കംപ്ലീറ്റ്. നല്ല രസമുണ്ട് കാണാൻ. അവര് ഇതുപോലത്തെ കയ്യിലും കഴുത്തിലേക്ക് ഇടുന്ന ഓരോ ഓർണമെന്റ്സ് ഒക്കെ ഇതുകൂടി തന്നെ ഉണ്ടാക്കും. എന്താ നൈസ്. താങ്ക് യു. കരിക്ക് ഗൈസ്, ഇത് എവിടെ ചെന്നാലും ഉണ്ടാവും. പിന്നെ ഏതാണ്ട് ഇന്തോനേഷ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതാണ്ട് ഇന്ത്യ പോലെയൊക്കെ തന്നെ ഉണ്ട് ലുക്കൊക്കെ. ഏതാണ്ട് ലുക്ക് വൈസ് നോക്കുമ്പോഴത്തേക്കും എന്താ പറയാ ഇന്ത്യ പോലെയൊക്കെ, ഇന്ത്യയുടെ പല ഭാഗങ്ങളായിട്ട് തോന്നുന്നു. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഗോവ ഫീൽ ചെയ്യാറുണ്ട് പല പല സൈഡ് പോകുമ്പോഴത്തേക്കും. ഒരുപാട് കച്ചവടക്കാരുണ്ട് ഇവിടുന്ന് അങ്ങോട്ട്. You like this one? കിടിലൻ ക്രാബ്. കുറെ ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഒരുപാടുണ്ട് ഇവിടെ ആയിട്ട്. More than 200. No, because I can't even get it home. I've got no room. Okay, 350. Nah. I can't actually get it home. Already. Oh, it's a big 300. One. No. Which one? The big one. Give me more than 200, darling. That's price. More than 200. You can't get 200 for nice. നല്ല തകർപ്പും ബാർഗെയിൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. Bit more than 200. I can't get it in my luggage. And then I wrap with bubble wrap. No, I don't have room. I have no room, no flag. They made me bring little bags. Thank you. ഒരു ബാർഗെയിൻ ചെയ്യട്ടെ. അവരെ ശല്യപ്പെടുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ മിണ്ടാതിരിക്കുന്നു. Because me no business to die. No, 250. ഓക്കെ, അപ്പോൾ ഇവിടെ ആയിട്ട് നമ്മുടെ ഈ ഹട്ടുകളുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ബാക്കിൽ തന്നെ എല്ലാവർക്കും അവിടെ നിന്ന് ഇരുന്ന് എല്ലാവരും ഡ്രിങ്ക്സ് കഴിക്കേണ്ടവരിക്കുകയാണെങ്കിൽ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് ഇവിടെ എന്താ പറയാ ബീച്ചും കണ്ടിട്ടിരിക്കാൻ പറ്റിയ ഹെവി സെറ്റപ്പുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നൈസായിട്ടുണ്ട് ഇവിടെ ആയിട്ട്. അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നല്ല കാറ്റൊക്കെ കൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. പൊളി. Hi, bro. Hi. Okay. Hi. How's it going, bro? Hi. YouTube? Yeah, YouTube.
ഹായ്. കൊള്ളാം, അടിപൊളി. അടിപൊളി. അങ്ങനെ കുറച്ചും കൂടെ നടന്നിങ്ങോട്ട് പോകുന്നു ഈ വാക്ക് വേ കൂടെ. നടന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ആയിട്ടൊരു സ്റ്റാച്ചു കാണാൻ പറ്റും. എൻ്റെ നേരെ ഫ്രണ്ടിൽ ഒരു ആമയുടെ മേളിൽ ഒരു, അതായത് നമ്മുടെ ഇന്ത്യയുടെ ഇത് പറയുകയാണെങ്കിൽ ഒരു ശിവന്റെ ലുക്ക് ഉണ്ട്. അങ്ങനത്തെ ഒരു ഇവിടുത്തെ ദൈവമാണെന്നാണ്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ബാക്ക്, അതായത് പിന്നെ അതിൻ്റെ ഒരു സൈഡിലായിട്ട് നിൽക്കണേ. വാഗ്വേയിൽ നിന്ന് നടന്നു വരുമ്പോഴത്തേക്ക് നേരെ കാണാൻ അതാണ്. ഞാനത് ബാക്ക് ക്യാമിൽ കാണിച്ചു തരാം. ഇതുണ്ടല്ലേ, നൈസാണ്. അപ്പൊ ഇതിന്റെ കറക്റ്റ് വ്യൂ നിങ്ങൾ കാണിക്കുന്നത് ഞാൻ ഇതിന്റെ ഫ്രണ്ടിലേക്ക് പോകണം. ഞാനിപ്പോ ഫ്രണ്ടിലേക്ക് നടക്കാം. നമുക്ക് ഇവിടെ ഒരു ടെമ്പിൾ പോലത്തെ ചെറിയൊരു ഇതുണ്ട്. നൈസ്. കണ്ടില്ലേ, ബീച്ചിന്റെ സൈഡിൽ തന്നെയാണത്. Pantai Kuta Beach. അടിപൊളി ഗൈസ്. നല്ല ഫ്രെയിം, നല്ല ബ്യൂട്ടി ഉണ്ട് കാണാൻ. നല്ല സൺസെറ്റും. ഈ ഒരു ഫ്രെയിം ഒരു രക്ഷയില്ല, കിടിലം. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ തന്നെ ഒരു അടുത്ത് തന്നെ ബീച്ചിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു ടെമ്പിൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്റ്റാച്യൂൻ്റെ ഒരു വൈഡ് വ്യൂ ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ കുറച്ച് അങ്ങോട്ട് നടക്കണം. നടന്നു പോയാലേ എനിക്ക് അവിടെ നിന്നുള്ളൊരു ഷോട്ട് വെക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഈ ബാലി വന്നവരൊക്കെ മസ്റ്റായിട്ട് ഇവിടെ വന്നോട്ടെ. രസമുണ്ട് കേട്ടോ, ആ രസമുണ്ട് ഇവിടെയൊക്കെ കാണാൻ. ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെയും ഒരു ടെമ്പിൾ എന്തോ ഉണ്ട്. അത് തന്നെ ടെമ്പിളാണത്. നോക്കിയോ, എങ്ങനെ നടക്കുന്തോറുമാണ് അതിന്റെ ഒരു വൈഡ് വ്യൂ കാണാൻ പറ്റുന്നത്. ഞാൻ മോനെ പൊളി, രക്ഷയില്ല. ഇവിടുന്ന് ഞാൻ നമുക്ക് കാണിച്ചു തരാം. അടിപൊളി. കറക്റ്റ് ഈ സൺസെറ്റിന്റെ ഒക്കെ ഒരു ടൈം ആയതുകൊണ്ടിട്ട് നല്ല രസമുണ്ട്. അതിങ്ങനെ ഒരു ബാക്കിൽ നിന്ന് ഇങ്ങനെ ഒരു വെട്ടം, ഒരു ലൈറ്റ് കയറി വരുമ്പോഴേക്ക് ഭയങ്കര രസം കാണാം. വെരി നൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോവാം. ഞാൻ നിങ്ങളെ ഈ ഒരു വൈഡ് വ്യൂ കാണിക്കാൻ വേണ്ടി ഇങ്ങോട്ട് നടന്നു വന്നതാണ്. ബാക്കി നമുക്ക് നോക്കാം. ആ ബീച്ചിനോട് ചേർന്നിട്ടുള്ള വേറൊരു ടെമ്പിളാണിത്. അതും കൂടെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നൈസ്. പൂരാതലം ഖാൻ ദേശാദ് കുട്ട.
എന്തോ പ്രസാദം പോലെ എന്തോ വെച്ചിട്ട് പോണാണ് എല്ലാവരും. ലോക്കാണ്, ഗേറ്റ് ലോക്കാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും ബീച്ച് സൈഡിലേക്ക് തന്നെ നടക്കാം. അങ്ങനെ കുറച്ച് നടന്ന് നേരെ ബീച്ചിലേക്ക് തന്നെ പോന്നു. ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പിള്ളേർക്കും ഫാമിലിക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ആയിട്ട് വെറുതെ വെള്ളത്തിൽ കിടന്ന് അർമാദിക്കാൻ പറ്റിയ ബീച്ചാണ്. കാരണം ഇതിങ്ങനെ അധികം ആഴമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ അങ്ങോട്ട് കിടക്കണേ. നല്ല രസമുണ്ട് സൺസെറ്റ്. വേണം, ഞാൻ എവിടെ നിൽക്കുന്നുണ്ട്, ഞാൻ നേരത്തെ അത് കാണിച്ചില്ലേ, അതിന്റെ ബാക്ക് സൈഡ്. വാവ്, അടിപൊളി. പിള്ളേരവിടെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ബീച്ചാണ് കേട്ടോ. ഒരു തരി ചവറില്ല, എന്തെങ്കിലും പ്ലാസ്റ്റിക്കോ ചവറുകളോ അങ്ങനെ ഒന്നുമില്ല. നന്നായിട്ട് ഇവര് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പിള്ളേര് കളിച്ച് കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഓക്കെ, ഹലോ, ഹായ്. രണ്ടുപേരുടെ നോട്ടം നോക്കി. അപ്പൊ തന്നെ അമ്മേനെ വിളിക്കണേ, ഷൂട്ട് ചെയ്യണത്. അങ്ങനെ ഞാൻ അവിടുന്ന് കുറെ നടന്നിങ്ങോട്ട് പോന്നിട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ ആ ഒരു ഏരിയയാണ് നമ്മൾ കാണിച്ചത്. അപ്പൊ അതുകൊണ്ടിട്ട് നമ്മളൊരു കാണിക്കാത്തൊരു ഏരിയയിലേക്ക് നടക്കാന്ന് വിചാരിച്ച് ഞാൻ നടന്നോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ആയിട്ട് ലോങ്ങിൽ എനിക്കൊരു സംഭവം ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇതല്ലേ, അവിടെ കുറച്ച് എന്താണ്, കുറച്ച് പാറ പോലെ കല്ല് പോലെയൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. അവിടെ ആയിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഇന്ന് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യാനുണ്ട്. അപ്പൊ അത് ലക്ഷ്യമാക്കിയാണ് ഞാൻ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ പോയി നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഫ്രെയിം കിട്ടും, ഇതുപോലെയുള്ള നല്ല ക്ലിപ്പിംഗ്സ് ഒക്കെ എടുക്കാൻ പറ്റിയ. ഇത് തന്നെ ഉണ്ടല്ലോ, എന്ത് രസം കാണാൻ സൺസെറ്റ്. ഇവിടെ ഈ ബീച്ച് സൈഡിൽ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ ആ ലൊക്കേഷനിലേക്ക് നമ്മളിങ്ങനെ കുറെ നടന്നിട്ടിരിക്കുന്ന ടൈമില് നമുക്കിവിടെ ഒരു ഡിസ്കവറി മാൾ എന്നും പറഞ്ഞിട്ടൊരു മാളുണ്ട്. കണ്ടോ, അതൊരു മാളാണ്. ആ മാളില് എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടില്ല പ്രോഗ്രാം അവിടെ നടക്കും. അതിന് ടിക്കറ്റ് ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നല്ല അടിപൊളി ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സിലൊക്കെ എന്നിട്ട് നല്ല ഫയർ ഡാൻസും കിടിലം ഫയർ ഡാൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് അതൊന്ന് പോയി കാണണമെന്നുണ്ട്. അപ്പൊ ഇന്നെങ്കിലും അതിന്റെ ടിക്കറ്റ് എടുത്ത് അത് പോയി കാണണമെന്ന് ആഗ്രഹമുണ്ട് ഗൈസ്. അപ്പൊ ഇന്ന് എനിക്കറിയാം ഞാൻ അവിടെ കയറി കാണും. നൈറ്റ് ഭയങ്കര രസമുള്ളൂ, കിടിലം ഫയർ ഡാൻസ് അവിടെ നടക്കുന്നുണ്ട്. ഞാൻ നേരെ ആ മാളിന്റെ ഫ്രണ്ടിലെത്തി. മനസ്സിലായി കണ്ടില്ലേ, ഒരുപാട് ആൾക്കാരുണ്ടാവും ആ ഷോ കാണാൻ വേണ്ടി. ഇപ്പൊ തന്നെ 1-2 പേരൊക്കെ അവരുടെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അത് തന്നെ ഇപ്പൊ തന്നെ ആളായി. ഇതാണ് അതിന്റെ ഉള്ളിൽ നിറയെ ആൾക്കാരുണ്ട്. പക്ഷെ ഇതില് അത്രത്തോളം സൂം ചെയ്ത് കാണിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഡയറക്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ എന്തായാലും ജസ്റ്റ് നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ ഇപ്പോൾ അവിടെ ചെറിയൊരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. ബാസ്കറ്റ് ബോൾ എന്തോ പിള്ളേർ കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഈ കാണുന്നില്ല കേട്ടാ, അതിന്റെ ഉള്ളിലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നമ്മുടെ വന്ന ലക്ഷ്യം മറന്നുപോയി, സോറി. വന്നത് നമ്മൾ ഇത് ലക്ഷ്യമാക്കിയിട്ടാണ് വന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഇത് കാണാം. ആ ഒരു ഏരിയയുടെ ഭംഗി നമുക്ക് നോക്കാം. അങ്ങനെ നടന്ന് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം എത്തി ഗൈസ്. ഇതല്ലേ, നമുക്ക് ഇതിന്റെ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. അടിപൊളി, നൈസ്.
കമോൺ. പോരട്ടെ പോരട്ടെ. ഈ സൺസെറ്റ് ടൈമിൽ ഇവിടെയൊക്കെ വന്ന് ഇരിക്കാൻ ഭയങ്കര രസമായിരിക്കും. നമുക്ക് ഇതുവഴി നമ്മൾ കയറി നോക്കാം. കുറച്ച് സ്ലിപ്പറിയാണെന്നാണ് തോന്നണത്. അല്ല, പ്രശ്നമൊന്നുമില്ല, ഗ്രിപ്പുണ്ട് ഗൈസ്. അടിപൊളി. വാവ്, ഇതിന്റെ മേളിൽ നിന്ന് ഇങ്ങനെ കാണണം സൺസെറ്റ്. അവിടെ വമ്പം ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കിവിടെ എന്തൊക്കെ ടാസ്ക്കാണ് ഞാനിവിടെ നിന്ന് ചെയ്തോണ്ടിരിക്കണമെന്ന് അറിയോ? നിങ്ങൾക്കുള്ള വ്ളോഗിന്റെ ക്ലിപ്പിംഗ്സ് എടുക്കും. അതിന്റെ ചെറിയ ഗ്യാപ്പിൽ മൊബൈൽ എടുത്തിട്ട് റീൽസിന്റെ ക്ലിപ്പിംഗ്സ് എടുക്കും. ഇതെല്ലാം കൂടെ മിക്സാക്കിയാണ് ഞാൻ എടുത്തോണ്ടിരിക്കുന്നത്. ഹായ്, നൈസ്. അതാണ് ലൈഫില് ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് കാണാത്ത കാഴ്ചകളൊക്കെ കണ്ട് ആ ഒരു വൈബിലൊക്കെ നിൽക്കാൻ വേറെ ലെവലാണ്. എന്തൊരു രസമുണ്ടെന്ന് പറയും. ഞാൻ ഇങ്ങനെ വീഡിയോയിലേക്ക് ഞാനിത് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് എത്രത്തോളം ഫീൽ ചെയ്യുമെന്ന് മനസ്സിലാകുന്നില്ല, എനിക്ക് അറിയില്ല. പക്ഷെ ഞാനിവിടെ ഈ ഒരു മൂമെന്റിൽ ഭയങ്കര രസമുണ്ട്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വല്ലാതെ ഫീൽ. അത്യാവശ്യം ഒരു ചെറിയൊരു കാറ്റും നല്ലൊരു സൺസെറ്റും അതിന്റെ ഈ തിരയടിക്കണ ഈ സൗണ്ടും. വാവ്, അടിപൊളി. ഇതിലായിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ സൺസെറ്റ് ഏതാണ്ടാകാറായി. സൂര്യൻ ഇങ്ങനെ വെള്ളത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. സ്ലിപ്പറി ആകുമോ എന്നുള്ള രീതിയിൽ പേടിച്ചാണ് കിടക്കുന്നത്. അപ്പത്തെ പക്ഷെ സ്ലിപ്പ് ആയിക്കഴിഞ്ഞാൽ എല്ലാ കുഴിയിലും കിടക്കും.
ഞാനങ്ങനെ നടക്കുന്ന ടൈമിൽ കറക്റ്റായിട്ടൊരു തിരങ്ങനെ അടിച്ച് എൻ്റെ കാലിലേക്ക് കയറാൻ വേണ്ടി പോയി. നല്ല രീതിയിൽ പേടിച്ചു പോയി. അപ്പൊ തന്നെ ഒരു കല്ലിൽ നിന്ന് മറ്റേ കല്ലിലേക്ക് ചാടി കളഞ്ഞു. ദേ നമ്മുടെ സൺസെറ്റ്. ഏറെ ഏതാണ്ട് താന്നോണ്ടിരിക്കണേ കണ്ടില്ലേ. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഫുള്ളായിട്ട് ഹൈഡായി പോകുന്നതാണ്. ഹനക്കുത്ത ബീച്ചിൽ വന്നിട്ട് സൺസെറ്റ് കാണാണ്ട് പോകത്തുള്ളൂ. ഇന്നലെ ഞാൻ സൺസെറ്റ് ഫുള്ള് കണ്ടില്ല. കാണൽ മുമ്പേ ഞാൻ റിട്ടേൺ പോയി. ഞാൻ പറഞ്ഞാൽ നല്ല ടയർഡായിരുന്നു. അപ്പൊ ഇന്നെങ്കിലും എനിക്കതെങ്ങനെ കാണണം, നിങ്ങളെയും കാണിക്കണം. അതുകൊണ്ടാണ് അതിനുവേണ്ടിയാണ് ഈ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. എന്നിട്ട് വേണം അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് പോകാൻ. അവിടെ തെര ഇങ്ങനെ വന്ന് അടിക്കുന്നതാണ് ഭയങ്കര രസത്തെ. ഇതേപോലെ അടിച്ചപ്പോഴാണ് എന്റെ കാല് കറക്റ്റായിട്ട് അവിടെ താഴത്തേക്ക് കയറുന്നത്. മോനെ തെര കൂടി വന്നിട്ടുണ്ടല്ലോ. ഓ മൈ ഗോഡ്, സൺസെറ്റ് നോക്കുന്നത് അവിടെ പരിപാടി തകർത്തോണ്ടിരിക്കുന്നത് കഴിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഒരു ഫയർ ഷോ അവിടെ നടക്കട്ടെന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് അവിടെ തുടങ്ങിക്കഴിഞ്ഞ് അടിപൊളി. ഇത് ഇവിടുന്ന് തന്നെ എനിക്ക് കാണാൻ. ഞാൻ ജസ്റ്റ് ഇവിടുന്ന് ബാക്ക് ക്യാമിലേക്ക് കാണിച്ചു തരാം. എത്രത്തോളം നിങ്ങൾക്ക് കണ്ടെന്ന് എനിക്ക് അറിയില്ല. ഇത് ഇത്രയും ഇതിൻ്റെ അത് സൂം ആവുള്ളൂ. ഓക്കെ, നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഇനി അടുത്ത നമ്മുടെ പരിപാടി ഫയർ ഷോ, അതും ഡിസ്കവറി മാളിൽ.
അങ്ങനെ ഷോ കഴിഞ്ഞു. ഞാൻ നേരെ ആ മാളിലേക്ക് ജസ്റ്റ് കയറി. ഇതുണ്ടല്ലേ, ഇത് കയറി. അപ്പൊ ഇവിടെ ആയിട്ടൊക്കെ ഇവിടെ നിന്ന് കാണാനൊക്കെ ഭയങ്കര രസമുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഗൈസ്, അങ്ങനെ നമുക്ക് അടുത്തത് ഡിസ്കവറി മാളിന്റെ ഉള്ളിലേക്ക് കയറാം. വാവ്, നൈസ്. കയറുമ്പോ തന്നെ അടിപൊളി. അയ്യോ 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 അയ്യോ. ഓക്കേ, ആഹാ, നല്ല ആശ്വാസം. കാരണം എന്താ അറിയോ, നല്ല ചൂടെടുത്തിട്ടുള്ള ടൈമായിരുന്നു. അപ്പൊ ഈ മാളിന്റെ ഉള്ളിൽ കയറുമ്പോഴേക്കും നല്ല കൂളിങ്. ഓ, സമാധാനമായി ഗൈസ്. ടൊമാറ്റോ കോഫി. കോഫിയിൽ ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഒരു കോഫി കുടിക്കണമെന്നുണ്ട്, കുറച്ചു നേരം കഴിയട്ടെ. ഞാൻ എന്തായാലും വ്ളോഗൊക്കെ ഒന്ന് വൈൻഡപ്പ് ചെയ്തിട്ട് ഞാൻ കോഫി കുടിക്കാം. ക്രീം പഫ്, കുറെ സംഭവങ്ങളുണ്ട്. ക്രീം പഫ്, കുക്കി ക്രീം പഫ്, കസ്. ആസ് യൂഷ്വൽ നോർമലി ഷോപ്പിംഗ് മാളുകളിൽ ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ തന്നെ. ഒരുപാട് എന്താ പറയുക, ഓരോ ബ്രാൻഡിൻ്റെ ഷോറൂമുകളും പിന്നെ കോഫി, കുക്കീസ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളും അതൊക്കെ തന്നെ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നടന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സംഭവങ്ങളൊന്നും പ്രത്യേകിച്ചില്ല. ബാലി ഗിഫ്റ്റ് ഷോപ്പ് ബൈ പാം. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇങ്ങനെ കിടക്കണാണ് ഒറ്റത്തേക്ക്. ജസ്റ്റ് നടക്കാൻ സമയത്ത് ഞാൻ ഹായ് ജസ്റ്റ് ഇങ്ങനെ ഉള്ളിൽ കൂടെ പാസ് ചെയ്ത് പോകാൻ വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, എനിക്കും കാണാം. ചിലവരുണ്ട്, ചിലവർ സമ്മതിക്കില്ല, ചിലവർ ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കളയും. എന്താ പറയുക, എല്ലായിടത്തും അല്ല. ഇപ്പം ഇവിടെ വന്നിട്ട് അങ്ങനെ അറിയുന്ന അനുഭവം ഉണ്ടായിട്ടില്ല. ചില കൺട്രികളിൽ ഇങ്ങനെ ചില ആളുകൾ ചിലതൊന്നും ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. പിന്നെ ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സിൽ പെട്ടതുണ്ട്. ഇതൊക്കെ അവരുടെ ഒരു ട്രഡീഷണൽ വെയറാണ്. പിന്നെ നമ്മുടെ അവിടെ പോലെയൊക്കെ തന്നെ മുണ്ട് ഇവർക്ക് മെയിനാണ് കേട്ടോ. മുണ്ടെടുക്കും, ഇവരുടെ ട്രഡീഷണലിൽ പെട്ടതാണ് മുണ്ട്. ഹായ്, ആഹാ, ബാലി ബാലി ബാലി, ഐ ലവ് ബാലി. പോകുന്നിടത്തോറമാണ്. ഹായ്, എന്തായാലും കൊള്ളാം. അപ്പം നേരെ നടന്ന് ഞാൻ അപ്പുറത്തേക്ക് ഇറങ്ങട്ടെ ഗൈസ്. അങ്ങനെ ഞാൻ അവിടുന്ന് ഒരു കോഫിയൊക്കെ കുടിച്ച് ഞാൻ മാളിൻ്റെ പുറത്തേക്ക് വീണ്ടും ബീച്ച് സൈഡിലേക്ക് തന്നെ കുറച്ച് വേറെ ഏരിയയിലേക്ക് ഇങ്ങോട്ട് നടന്നു പോകുന്നു. ഇവിടെയായിട്ട് നല്ല അടിപൊളി റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര രസമുണ്ട് ഇവിടെ കാണാൻ. നല്ല നൈറ്റ് സീറ്റിംഗ്, നല്ല ആംബിയൻസ്, ടോട്ടലി ഒരു രക്ഷയില്ല. അടിപൊളി പ്ലേസ്. കൊള്ളാം ഗൈസ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലിയിലെ ഓരോ ഏരിയയും
അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഭയങ്കര രസമാണ് മിക്ക സ്ഥലത്തും കാണാം. എവിടെയൊക്കെ പോയാലും അവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്മൾ ഈ ടൂറിസ്റ്റുകൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയതും കാണാൻ പറ്റിയതും അവിടെ ഒരു വൈബിലിരിക്കാൻ പറ്റിയതും ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്താ പറയാ, രക്ഷയില്ല. പക്ഷെ ഇവിടെ ഞാനിപ്പോൾ ഒരു 10 ഡേയ്സിന്റെ ട്രിപ്പാണ് ഇത് പ്ലാൻ ചെയ്തേക്കുന്നത്. പക്ഷെ ഇവിടെ ബാലി എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 10 ഡേയ്സ് ഒന്നും പോരാ. ഒരു മാസം നിന്നാൽ പോലും നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അത്രയധികം സംഭവങ്ങളുണ്ട്. നോക്കാം ഇൻഷാല്ലാ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ മൈൻഡപ്പ് ചെയ്യാം ഇൻഷാല്ലാ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ അതുവരെ ബൈ.